ഇത്തവണ ഒരു സ്റ്റാർ മണ്ഡലമായി പേരാവൂർ മാറുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഒരു ഭാഗത്ത് UDF-നായി KPCC അധ്യക്ഷൻ മത്സരിക്കുമ്പോൾ മറുഭാഗത്ത് LDF-നായി KK ശൈലജ ടീച്ചർ തന്നെ ഇറങ്ങുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്, പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ശൈലജ ടീച്ചർ തന്നെ ആദ്യ പ്രതികരണം നടത്താൻ നമുക്കൊപ്പം ശരിയാണ്. ടീച്ചറെ വീണ്ടും പേരാവൂരിലേക്ക് എത്തുകയാണ്. തീർച്ചയായിട്ടും പേരാവൂർ എൻ്റെ നാടാണ്. ഞാൻ ജനിച്ചു വളർന്ന പ്രദേശമൊക്കെ ഈ മണ്ഡലത്തിലാണ്. എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസവും എല്ലാം ഇവിടെ നിന്നിട്ടാണ് ഞാൻ നിർവഹിച്ചിട്ടുള്ളത്. എൻ്റെ വീട് ഇവിടെ ഇരട്ടിക്കടുത്തുള്ള മാടത്തിലാണ്. അപ്പോൾ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത് ഇവിടെ തന്നെയാണ്. പാർട്ടി രംഗത്തും മഹിളാ അസോസിയേഷൻ്റെ രംഗത്തുമൊക്കെ വളരെ പതുക്കെ ഓരോ മേഖലയിലേക്കും കയറി വരാൻ എന്നെ പ്രാപ്തമാക്കിയിട്ടുള്ളത് ഇവിടുത്തെ പാർട്ടിയാണ്. അപ്പോൾ ഇത് ഒരു നാഭീനാള ബന്ധം എന്ന് പറയുമല്ലോ, അങ്ങനെ എനിക്ക് ബന്ധമുള്ള ഒരു നാടാണ് പേരാവൂർ. അപ്പോൾ ഇവിടെ മത്സരിക്കണമെന്ന് പാർട്ടി എന്നോട് ആവശ്യപ്പെട്ടു. നമ്മുടെ സഹാക്കളെല്ലാം അത് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. ഇത്തവണ പേരാവൂർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു സ്റ്റാർ മണ്ഡലമാവുകയാണ്. അതിലെ കാരണം മറുഭാഗത്ത് ഇപ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ് മത്സരിക്കുന്നത്. എങ്ങനെയാണ്, ഒരു വെല്ലുവിളിയാണോ അത്? അല്ല, തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ജനങ്ങളോട് പറയുക. ഇടതുപക്ഷ ഗവൺമെൻറ് തീർച്ചയായിട്ടും 3-ാം ടേമും തുടരും. ഞങ്ങൾ മാധ്യമങ്ങളെല്ലാം തന്നെ അവഗണിക്കാൻ കഴിഞ്ഞില്ലല്ലോ ആർക്കും. സാധാരണ 10 വർഷം ഭരിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ ഒരു ഇൻകംബൻസി ഫാക്ടർ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ അങ്ങ് പുറകിലേക്ക് കാണിക്കാറാണ് പതിവ്. പക്ഷേ ഇത്തവണ നടത്തിയ സകല സർവേകളിലും, സർവേ മാത്രമായിരിക്കില്ല അതുപോലെ ആവണമെന്ന് പറയുന്നില്ല, എന്നാലും എല്ലാ പരിശോധനകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് കേരളത്തിൻ്റെ മനസ്സ് എന്നാണ് വെളിയിൽ വന്നത്. സ്വാഭാവികമായിട്ടും വരും, കാരണം അത്ര വലിയ വലിയ വികസന പ്രവർത്തനങ്ങളും ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങളും നടന്ന 10 വർഷമാണ് ഞങ്ങളുടെ ഈ ഭരണം ഉണ്ടായിട്ടുള്ളത്. ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ഓരോ കുടുംബത്തിനും ഗുണമുണ്ടാകുന്ന തീരുമാനങ്ങൾ ഇടതുപക്ഷം എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ 4 മിഷനുകൾ, ഹരിത കേരളം, ആർദ്രം, വിദ്യാഭ്യാസ സംരക്ഷണം, ലൈഫ്, അതിൻ്റെ ഗുണഫലം അനുഭവിക്കാത്ത ആരാണ് ഈ നാട്ടിലുള്ളത്? അപ്പോൾ വളരെ സുചിന്തിതമാണ്. ഞങ്ങൾ പറയുന്നത് അടുത്ത തവണ ഒരു തവണ കൂടി വന്നാൽ ഓരോ കുടുംബത്തിലും സുസ്ഥിരമായൊരു വരുമാനം ഉണ്ടാകാൻ പാകത്തിന് അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് ഒരു ജോലി കണ്ടെത്താൻ, അതാണ് ഈ വിദ്യാഭ്യാസ വിജ്ഞാന കേരളം പദ്ധതി. പുതിയ രീതിയിൽ ആധുനിക കേരളം, വിജ്ഞാന കേരളം, അതുപോലെ തന്നെ നല്ല ബുദ്ധിയുള്ള ആളുകൾ വെളിയിലേക്ക് പോവുകയാണ് എല്ലാവരും. അപ്പോൾ ഈ കേരളത്തിൽ തന്നെ അവരുടെ ബുദ്ധി ഉപയോഗപ്പെടുത്താനും ഇവിടെ അവരുടെ അധ്വാനം ഉപയോഗപ്പെടുത്താനും അവർക്ക് പ്രതിഫലം കിട്ടാനും കാരണമാകുന്ന ബൃഹത്തായിട്ടുള്ളൊരു പദ്ധതിയാണ് വിജ്ഞാന കേരളം പദ്ധതി. അതുപോലെ 2006 ടീച്ചർ ജയിക്കുമ്പോഴുള്ളൊരു ഘടനയല്ല മണ്ഡലത്തിന് ഇപ്രാവശ്യം. അതിൽ മറ്റു കൂട്ടിച്ചേർക്കലുകളൊക്കെ വന്നിട്ടുണ്ട് ഈ മണ്ഡലത്തിനെ സംബന്ധിച്ച്. അത് ഏതെങ്കിലും തരത്തിലൊരു പ്രശ്നമായിട്ട് മാറാൻ സാധ്യതയുണ്ടോ? അല്ല, അത് ഞങ്ങൾ കാണുന്നത് ചെറിയ വോട്ടുകൾക്കാണ് ഇവിടെ പേരാവൂർ മണ്ഡലം പരാജയപ്പെട്ടിട്ടുള്ളത്. 3400, കഴിഞ്ഞ തവണ 3100 വോട്ടിനാണ് പേരാവൂർ മണ്ഡലം നഷ്ടപ്പെട്ടത്. അപ്പോൾ ഞങ്ങളുടെ എല്ലാ വോട്ടും പോൾ ചെയ്യുകയും നല്ലവരായിട്ടുള്ള നാട്ടുകാർ കേരള ഗവൺമെൻറ് നടത്തിയ വികസന പ്രവർത്തനങ്ങളെ ആകെ അംഗീകരിച്ച്, ഞാനീ പറഞ്ഞതുപോലെ സുസ്ഥിരമായൊരു വികസനത്തിന് വേണ്ടി വിജ്ഞാന കേരളം പദ്ധതിയടക്കം വരുന്നൊരു പശ്ചാത്തലത്തിൽ ഞങ്ങൾ വരണം എന്ന് ആഗ്രഹിച്ചാൽ ഇടതുപക്ഷ മുന്നണി ഇവിടുന്ന് തിരഞ്ഞെടുക്കും. അതിൽ വലിയ വോട്ടിൻ്റെ വ്യത്യാസമല്ലല്ലോ ഈ മണ്ഡലത്തിലുള്ളത്. ഇത്തവണ അങ്ങനെ ജനങ്ങൾ തീരുമാനിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇവിടെ ഒരുപാട് ഈ മണ്ഡലത്തിൻ്റെ വികസനം ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഞങ്ങൾക്കൊരുപാട് കാര്യങ്ങൾ ഇപ്പം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ആ കാര്യമെല്ലാം സൂചിപ്പിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഒരു പ്രത്യേകത, പ്രകടന പത്രികയിൽ പറഞ്ഞ എല്ലാ കാര്യവും നടപ്പിലാക്കും എന്നുള്ളതാണ്. അങ്ങനെയാണ് ഗവൺമെൻറ് ചെയ്തത്. പേരാവൂർ മണ്ഡലത്തെക്കുറിച്ച് ഞങ്ങൾ ഇറക്കുന്ന പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും, ഇവിടെ ഡെവലപ്മെൻറ്റിന് അനന്ത സാധ്യതകളുള്ള മണ്ഡലമാണ്. ടൂറിസം മേഖലയിൽ പ്രത്യേകിച്ച് നോക്കൂ. അപ്പുറത്ത് മട്ടന്നൂർ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ട് എക്കോ ടൂറിസം അടക്കം ആരംഭിച്ചു പഴശ്ശി പദ്ധതിയുടെ അവിടെ. അപ്പോൾ ഇവിടെ അതിനേക്കാൾ സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. പണ്ട് ഞാനിവിടെ MLA ആയിരുന്ന സമയത്താണ് പഴശ്ശി പദ്ധതിയുടെ ഈ കരക്ക്, പേരാവൂർ മണ്ഡലത്തിൻ്റെ കരയിൽ അവിടെ ഒരു ടൂറിസം പ്രോജക്റ്റ് തുടങ്ങിയത്. അത് വലിയൊരു പ്രോജക്റ്റാക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഒരുപാട് പിൽഗ്രിമേജ് ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ കുട്ടിയൊരു അമ്പലം, അതുപോലെ തന്നെ കുടിയേറ്റക്കാരുടെ സമയത്തുണ്ടായിട്ടുള്ള ചില പള്ളികൾ, ദേവാലയങ്ങൾ, ചില പുരാതന മുസ്ലിം ഇതൊക്കെയുണ്ട്. അതൊക്കെ ഒരു പിൽഗ്രിമേജ് ടൂറിസം എന്നുള്ള നിലയിൽ ആളുകൾക്ക് ഇവിടെ വരാനും കാണാനും പ്രാർത്ഥിക്കാനും ഒക്കെ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാക്കുന്നതിന്. ഇപ്പം നമ്മൾ തലശ്ശേരി ഹെറിറ്റേജ് എന്ന് പറഞ്ഞിട്ട് ചില പൈതൃക സ്ഥാപനങ്ങൾ സംരക്ഷിച്ചല്ലോ. നമ്മുടെ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം, അതുപോലെ മാലൂരുടെ ചിത്രപീഠം, അത് ചിത്രപീഠം എൻ്റെ മണ്ഡലത്തിലും കൂടിയാണ്. പഴശ്ശിരാജാവിൻ്റെ സ്മാരകം. ഇന്നിപ്പോൾ നിങ്ങൾക്ക് തലശ്ശേരിക്ക് പോകുമ്പം നിങ്ങൾക്ക് കാണാം പഴശ്ശിയിൽ ഇടതുവശത്ത് അതിമനോഹരമായിട്ടുള്ള പഴശ്ശിരാജാ സ്മാരകം, ഒരു ഓപ്പൺ എയർ തിയേറ്ററൊക്കെ ആയിട്ട്. അത് ഞാൻ MLA ആയ സമയത്ത് അവിടെ 3.5 കോടി രൂപ ചിലവാക്കിയിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് വാങ്ങിയെടുത്തിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിനേക്കാൾ അനന്ത സാധ്യതയുള്ളൊരു മണ്ഡലമാണ് പേരാവൂർ. പേരാവൂരിനെ കുറിച്ച് ഞങ്ങൾക്ക് വലിയ സ്വപ്നമുണ്ട്. ടൂറിസം മേഖലയിലും അതുപോലെ മറ്റ് അറളം ഫാം
ഒരു ലോകോത്തരമായിട്ടുള്ള ഫാമായിട്ട് അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. പുനരധിവാസ കേന്ദ്രം അതിൻ്റെ ഞങ്ങൾ തുടങ്ങി വെച്ച പ്രവർത്തനമുണ്ട്. കഴിഞ്ഞ ഗവൺമെൻറ് കുറേ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ നമുക്ക് അതത് ജനപ്രതിനിധികൾ നടത്തേണ്ടുന്ന ഒരു ഇടപെടലുണ്ട്. അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയാൽ ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ള ഐഡിയ ഫാമിന് മാത്രമായിട്ടൊരു പ്രത്യേക മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി പുനരധിവാസ മേഖലയിൽക്ക് വേറെ, അതുപോലെ തന്നെ ഫാമായിട്ട് നിലനിർത്തേണ്ട മേഖലയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു അഗ്രികൾച്ചറൽ ഫാമായി ആറളം ഫാമിനെ മാറ്റുന്നതിനുള്ള പദ്ധതികൾ അത് അടുത്ത LDF ഗവൺമെൻറ് വന്നാൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. അതിൻ്റെ മാറ്റം ഈ പ്രദേശത്തെല്ലാം ഉണ്ടാകും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇതെല്ലാം നടപ്പിലാക്കാൻ ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള എന്നെ വിജയിപ്പിക്കണമെന്ന് ജനങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി, ഈ പേരാവൂർ സീറ്റിലേക്ക് വരാൻ KK ശൈലജ ടീച്ചർക്ക് ചെറിയ അതൃപ്തി ഉണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ടീച്ചർ അതിനോട് പ്രതികരിക്കുകയാണ് കാണുന്നത്? എൻ്റെ നാട്ടിലേക്ക് വരാൻ എനിക്ക് എപ്പോഴും അതൃപ്തി ഉണ്ടാവും. ഒരു പോളിസി ഉണ്ടായിരുന്നു ഞങ്ങളുടെ പാർട്ടിക്ക്. അത് മറ്റൊന്നുമല്ല, 2 തവണ തുടർച്ചയായി മത്സരിച്ചവർ ഇത്തവണ ഉറപ്പുള്ള മണ്ഡലമാണെങ്കിൽ അവിടെ മത്സരിക്കേണ്ടെന്നാണ്. കണ്ണൂർ ജില്ലയിൽ ഞാനും AN ഷംസീറും 2 തവണ തുടർച്ചയായിട്ടായവരാണ്. മറ്റുള്ളവരെല്ലാം 1 തവണ മത്സരിച്ചവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തലശ്ശേരിയും മട്ടന്നൂരും ആര് നിന്നാലും ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിക്കുന്ന ഉറച്ച മണ്ഡലമാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ മത്സരിക്കേണ്ടതില്ല എന്നുള്ള പാർട്ടി തീരുമാനം അങ്ങേയറ്റം ശരിയാണ്. അപ്പോൾ ഞാൻ മത്സരിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഞാനും പാർട്ടിയല്ല ആലോചിച്ചത്. അപ്പോൾ ടീച്ചർ ഉണ്ടാകണം മത്സര രംഗത്ത് എന്ന് പാർട്ടി പറഞ്ഞു. പേരാവൂർ ടീച്ചർ മത്സരിക്കണമെന്ന് പറഞ്ഞു. എനിക്കതിലെന്താ ചെയ്യുള്ളത്? പാർട്ടി തീരുമാനിക്കുന്നതല്ലേ. ഇവിടെ വരാൻ ഞാനെന്തിനു മടിക്കണം? എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ആളുകളല്ലേ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ നാടല്ലേ പേരാവൂർ. ആ പേരാവൂർ മത്സരിക്കുന്നതിന് എനിക്ക് എപ്പോഴും സന്തോഷമേ ഉള്ളൂ. പാർട്ടി ഓരോ പ്രത്യേക സാഹചര്യത്തിൽ തീരുമാനിക്കുന്നതിനനുസരിച്ചാണ് മറ്റ് പ്രദേശങ്ങളിൽ മത്സരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എൻ്റെ നാട്ടുകാരുടെ ഇടയിൽ വരാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനവും സന്തോഷവും ഉണ്ട്. പേരാവൂർ ഇക്കുറി ഞങ്ങൾ തീർച്ചയായിട്ടും വിജയിക്കും. പേരാവൂർ മാത്രമല്ല, ഇത്തവണ ഇപ്പോൾ ഒരു 3ാം ടേം എന്നുള്ള നിലയിലേക്കാണ് LDF ലക്ഷ്യമിടുന്നത്. പിണറായി തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു. അപ്പോൾ ഒരു 3ാം പിണറായി സർക്കാർ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണോ പ്രതീക്ഷ? തീർച്ചയായിട്ടും ഞങ്ങളുടെ ടീമിനെ നയിക്കേണ്ടത് സഖാവ് പിണറായി ആണെന്ന് പാർട്ടി PBയും തീരുമാനിച്ചു, ഞങ്ങളുടെ സെക്രട്ടേറിയറ്റും തീരുമാനിച്ചു, ഞങ്ങളുടെ പാർട്ടി ഒന്നടങ്കം തീരുമാനിച്ചു. LDFും ആ തീരുമാനം അംഗീകരിച്ചു. പിണറായിയാണ് ഈ 2 ടീമിനെ 2 ടേമിലും നയിച്ചത്. ഇത്ര ആധുനികമായി കേരളത്തെ വളർത്തിയെടുക്കുന്നതിൽ മുഖ്യമന്ത്രി സഖാവ് പിണറായിക്കുള്ള പങ്ക് വളരെ വലുതാണ്. അദ്ദേഹം നേരത്തെയും ഭാവനാപൂർണ്ണമായ ഒട്ടേറെ കാര്യങ്ങൾ MLA ആയിരുന്നപ്പോഴും മന്ത്രിയായിരുന്നപ്പോഴൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കേരളത്തിലെ ടീമിനെ ശക്തമായി നയിച്ച് ഈ 10 വർഷക്കാലം അത് ആ മാറ്റം കേരളത്തിലെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണയും ടീം ലീഡർ പിണറായി തന്നെയാണെന്ന് ഞങ്ങളെല്ലാവരും പറയുകയാണ്. അതുപോലെ തന്നെ ഈ G. സുധാകരൻ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അവിടെ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തോട് കൃത്യമായ രീതിയിലുള്ള ഒരു പരിഗണന പാർട്ടി നൽകിയില്ല എന്നുള്ളതാണ് G. സുധാകരൻ്റെ ഒരു പിണക്കം അല്ലെങ്കിൽ ഒരു പരിഭവം. അങ്ങനെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന ഒരു സാഹചര്യവും മറുഭാഗത്തുണ്ട്. ഇതെല്ലാം ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളത് പറയും. ഞങ്ങൾ പാർട്ടി തീരുമാനമാണ് എടുക്കുന്നത്, പാർട്ടി തീരുമാനമാണ് അംഗീകരിക്കുന്നത്. ഓരോ കാലഘട്ടത്തിലും ഓരോ വ്യക്തിയെക്കുറിച്ചും പാർട്ടിക്ക് തീരുമാനിക്കേണ്ടതായിട്ട് വരും. അതിലൊരു ശരിയുണ്ടാവും. ആ തീരുമാനം നമ്മൾ അംഗീകരിക്കുന്നു. ഞങ്ങളാരും പാർട്ടി വിട്ടുപോകാൻ ഉദ്ദേശിക്കുന്നവരല്ല. എന്തെങ്കിലും ഒരു തീരുമാനം വരുമ്പോൾ ഉടനെ പിണങ്ങി പോകുന്നതല്ല യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ രീതി. അദ്ദേഹം അങ്ങനെയാണ് തീരുമാനിച്ചത്. ഇനി ആ രീതിയിൽ അദ്ദേഹം എന്താ ചെയ്യുക എന്നുള്ളത് നോക്കട്ടെ. എന്നാൽ പാർട്ടി ഒന്നടങ്കം അവിടെ പാർട്ടിയുടെ കൂടെ തന്നെയാണ്. ആലപ്പുഴയിൽ പാർട്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഇന്നലെ കണ്ടല്ലോ അത്യുജ്വലമായിട്ടുള്ള പ്രകടനം. ജീവിതത്തിൽ ഇന്നേ വരെ വേറെ എന്തെങ്കിലും ഒരു ജനപ്രതിനിധിയാവാനോ ഒന്നും സാധിക്കാത്ത സാധാരണ പാർട്ടി പ്രവർത്തകർ നിങ്ങൾ മൈക്ക് കാണിച്ചു കൊടുത്തപ്പോൾ നെഞ്ചുപൊട്ടി പറയുന്നത് കേട്ടില്ലേ? ഇത് ഞങ്ങളുടെ ചോരയും നീരും കൊടുത്തുണ്ടാക്കിയ പാർട്ടിയാണ്. ഈ പാർട്ടി നശിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ആര് പോയാലും ഈ പാർട്ടി ഇവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞല്ലോ. അതാണ് ഈ പാർട്ടി. പലപ്പോഴും അങ്ങനെയാണ് ഈ പാർട്ടി. അപ്പോൾ ഞങ്ങളുടെ ഉള്ളിലുള്ള വികാരം ഈ പ്രസ്ഥാനം ശക്തമായി നിന്ന് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നാണ്. അധികാരത്തിൽ വരുന്നതും അതിന് തന്നെയാണ്. ഇടതുപക്ഷത്തിൻ്റെ ആശയം അനുസരിച്ച് സംസ്ഥാനത്തിൻ്റെ ഭരണം കിട്ടുമ്പോൾ എത്രത്തോളം ഞങ്ങൾക്ക് സാധാരണക്കാർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും. അതിൽ ഇന്ന വ്യക്തി എന്നില്ല. ചിലപ്പോൾ ശൈല ടീച്ചറാവാം, പിന്നെ MLA, ചിലപ്പോൾ ആളാകാം MLA. പാർട്ടിയും മുന്നണിയും ജയിക്കണം. എന്നിട്ട് മുന്നണിയുടെ ഭരണം ഉണ്ടാകണം. ആ ഭരണത്തിന് നമ്മുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യണം. അത് X or Y ആരായാലും ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു വ്യക്തിപരമായിട്ട് ആരെങ്കിലും പോകുമ്പോൾ അപ്പോൾ എല്ലാം തകർന്നു പോകുന്ന ഒരവസ്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയില്ല. എന്തായാലും എല്ലാ വിജയാശംസകളും. താങ്ക് യു വെരി മച്ച്. വീണ്ടും പേരാവൂരിലേക്ക് മത്സരിക്കാൻ എത്തുകയാണ് KK ശൈലജ ടീച്ചർ. ഇത്തവണ വിജയം സുനിശ്ചിതമാണ് എന്നുള്ളൊരു ആത്മവിശ്വാസം കൂടി ടീച്ചർക്കുണ്ട്.